ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിന്റെ പരിശുദ്ധ ഇഞ്ചിയിൽ അധ്യായം 14. ഒരു യൗമുൽ സാബത്തിൽ ഫരിസേയരിൽ പ്രമുഖനായ ഒരാളുടെ പുരയിൽ ഈസ ഉജീനത്തിന് ചെന്നു. അവിടെ ഉണ്ടായിരുന്നവർ ഈസയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ശരീരത്തിൽ അസാധാരണമാം വിധം നീർക്കെട്ടുള്ള ഒരു ഇൻസാൻ ഈസയുടെ മുമ്പിൽ ഇരുന്നിരുന്നു. മൂസയുടെ ശരീഅത്തിന്റെ മുഅല്ലിമീങ്ങളോടും ഫരിസേയരോടുമായി ഈസ ചോദിച്ചു, യൗമുൽ സാബത്തിൽ ശിഫ നൽകുന്നത് മൂസയുടെ ശരീഅത്ത് പ്രകാരം അനുവദനീയമാണോ അല്ലയോ? എന്നാൽ അവർ ഒന്നും മിണ്ടിയില്ല. ഈസ ആ ദീനക്കാരനെ ഖരീബിൽ വിളിച്ചു തൊട്ട് ശിഫയാക്കി പറഞ്ഞയച്ചു. പിന്നെ ഈസ അവരോട് ചോദിച്ചു, യൗമുൽ സാബത്തിൽ നിങ്ങളിൽ ഒരാളുടെ മകനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടനെ കരയ്ക്കു കയറ്റുകയില്ലേ? അതിന് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. തക്കാരത്തിന് വിളിക്കപ്പെട്ടവർ ഇരിക്കുവാൻ മുഖ്യസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ ഈസ അവരോട് ഒരു മസ്അല പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു നിക്കാഹ് തക്കാരത്തിന് വിളിച്ചാൽ മുഖ്യസ്ഥാനങ്ങളിൽ ഇരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ അളീമായ വിരുന്നുകാരനെ അവൻ വിളിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചവൻ വന്ന് ഇവനെ ഇരിക്കാൻ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണം കെട്ട് അവസാനത്തെ നിരയിൽ പോയി ഇരിക്കേണ്ടി വരും. അതിനു പകരം നിന്നെ തക്കാരത്തിന് വിളിച്ചാൽ അവസാനത്തെ നിരയിൽ പോയി ഇരിക്കുക. നിന്നെ വിളിച്ചവൻ വന്ന് നിന്നോട് യാ സദീഖ്, മുമ്പോട്ട് കയറി നല്ല ഇരിപ്പിടത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നിന്നോട് കൂടെ തക്കാരത്തിനിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ നിനക്ക് ബഹുമാനം കിട്ടും. കാരണം നഫ്സിയായി ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, നഫ്സിയായി താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവരോട് ഈസ പറഞ്ഞു, നീ ഒരു ഉച്ചഭക്ഷണമോ അത്താഴമോ തക്കാരമായി കൊടുക്കുമ്പോൾ നിന്റെ സ്വദീഖുകളെയോ അഹ്മാരെയോ ബന്ധുക്കളെയോ പണക്കാരായ ഖരീബികളെയോ ക്ഷണിക്കരുത്. അങ്ങനെ ചെയ്താൽ അവർ നിന്നെയും തിരിച്ചു ക്ഷണിക്കും. അതാവും നിനക്ക് കിട്ടുന്ന ഫായിദ. എന്നാൽ നീ തക്കാരം നടത്തുമ്പോൾ മിസ്കീനുകൾ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ വിളിക്കുക. അപ്പോൾ നീ നസീബുള്ളവനാകും. കാരണം അവർക്ക് നിനക്ക് പകരം നൽകാൻ കഴിയില്ല. സ്വാലിഹീങ്ങളുടെ യൗമുൽ ഖിയാമത്തിൽ നിനക്ക് അള്ളാഹുവിൽ നിന്ന് ഫായിദ ഉണ്ടാകും. ഈസയോട് കൂടെ ഒജീനത്തിനിരുന്നവരിൽ ഒരാൾ ഇത് കേട്ടിട്ട് ഈസയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ രാജ്യത്തിൽ തക്കാരത്തിനിരിക്കുന്നവൻ നസീബുള്ളവൻ. അപ്പോൾ ഈസ അവനോട് പറഞ്ഞു, ഒരാൾ ഒരിക്കൽ വലിയൊരു തക്കാരം ഒരുക്കി ഒരുപാട് ആളുകളെ വിളിക്കുകയും ചെയ്തു. തക്കാരത്തിന് സമയമായപ്പോൾ അവൻ ഖാദിമിനെ അയച്ചു വിളിച്ചവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവുകൾ പറയാൻ തുടങ്ങി. ഒന്നാമൻ അപേക്ഷിച്ച് പറഞ്ഞു, ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടതുണ്ട്, എന്നോട് ക്ഷമിക്കണം. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവ കൊള്ളാവുന്നവയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്, എന്നോട് ക്ഷമിക്കണം. വേറൊരാൾ പറഞ്ഞു, എൻ്റെ നിക്കാഹ് കഴിഞ്ഞതേയുള്ളൂ, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ആ ഖാദിം തിരിച്ചു വന്ന് ഈ വിവരങ്ങളെല്ലാം മാലിക്കിനെ അറിയിച്ചു. അപ്പോൾ ആ മാലിക് കോപിച്ചു ഖാദിമിനോട് പറഞ്ഞു, നീ വേഗം മദീനയിലെ തെരുവുകളിലും ഇടവഴികളിലും ചെന്ന് മിസ്കീനുകളെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. പിന്നെ ആ ഖാദിം പറഞ്ഞു, യാ മാലിക്, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും ഇരിക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ ആ മാലിക് തൻ്റെ ഖാദിമിനോട് പറഞ്ഞു, നീ പെരുവഴികളിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ പുര നിറയുവോളം ആളുകളെ നിർബന്ധിച്ചു അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ആദ്യം ക്ഷണിക്കപ്പെട്ട ഒരാളും തൻ്റെ തക്കാരത്തിൻ്റെ രുചി അറിയുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു വലിയ ജനക്കൂട്ടം ഈസയോട് കൂടെ പോകുമ്പോൾ ഈസ തിരിഞ്ഞു അവരോട് പറഞ്ഞു, എൻ്റെ ഖരീബിൽ വരികയും തൻ്റെ ഉപ്പയെയും ഉമ്മയെയും ബീവിയെയും മക്കളെയും ആങ്ങളമാരെയും പെങ്ങന്മാരെയും എന്നു മാത്രമല്ല സ്വന്തം ഹയാത്തിനെ തന്നെയും എന്നേക്കാൾ അധികമായി ഹുബ്ബ് വെക്കുന്നു എങ്കിൽ അവന് എൻ്റെ സ്വഹാബിയായിരിക്കുവാൻ സാധ്യമല്ല. സ്വന്തം കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ സ്വഹാബിയായിരിക്കുവാൻ സാധ്യമല്ല. നിങ്ങളിൽ ഒരുവൻ ഒരു മിനാരം പണിയാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ.
അവൻ ആദ്യം തന്നെ ഇരുന്ന് അത് പൂർത്തിയാക്കാനുള്ള പണം കയ്യിലുണ്ടോ എന്ന് ഹിസാബാക്കുകയില്ലേ? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ മക്കാറാക്കും. അവർ പറയും, ഇയാൾ പണിയുവാൻ തുടങ്ങി, പക്ഷേ പണി തീർക്കുവാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു മലിക്ക് മറ്റൊരു മലിക്കിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നിരിക്കട്ടെ. 20,000 ഭടന്മാരോടുകൂടെ തനിക്ക് എതിരെ വരുന്ന മലിക്കിനെ 10,000 ഭടന്മാരെ കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആലോചിക്കുകയില്ലയോ? അതിനു കഴിയില്ല എങ്കിൽ തനിക്ക് എതിരെ വരുന്ന മലിക്ക് ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ചു സലാമത്തിന് തൊലബ് ചെയ്യും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആർക്കും എൻ്റെ സ്വഹാബിയാകുവാൻ സാധ്യമല്ല. ഉപ്പ് നല്ലതു തന്നെ, എന്നാൽ അതിൻ്റെ ഉപ്പുരസം നഷ്ടപ്പെട്ടു പോയാൽ അതിനെങ്ങനെ ഉപ്പുരസം വരുത്തും? മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. ആളുകൾ അത് പുറത്തേക്ക് എറിഞ്ഞു കളയുന്നു. ചെവിയുള്ളവരെല്ലാം കേൾക്കട്ടെ.